ഇപ്പൊ കഴിക്കണം. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ ആഹാരം കഴിക്കണില്ലാന്ന്. ഇനി മുതൽ ഞാനും സാവിത്രി അങ്ങനെ ആവാൻ പോവാ. ആഹാരം കഴിക്കാതെ അവസാനം വല്ല സുഖക്കേടും വരും. പറഞ്ഞില്ലാന്ന് വേണ്ട കേട്ടോ. നിനക്കെന്താ ബാല ഒരു വല്ലായ്മ? ഒന്നുമില്ല അച്ഛമ്മേ. ഞാൻ തുറന്നു പറയാൻ പോവാ. വേണ്ട ചെറിയച്ച. ഇല്ല, ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അമ്മ ചോദിച്ച സ്ഥിതിക്ക് ഞാനത് പറയും. പറയൂ ശ്രീധര, എന്താ കാര്യം? അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കണ്ടേ? അതെ, അതിന് പരിഹാരം ഇന്നുണ്ടാക്കണം. ബാലനൊരാഗ്രഹം എല്ലാ ആണുങ്ങൾക്കും ഉണ്ടാവും. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ പുതുമോടി അവനും ഒരാഗ്രഹം ഉണ്ടാവില്ലേ? ബാലനും ലേഖയ്ക്കും മധുവിധം ആഘോഷിക്കാൻ എങ്ങോട്ടെങ്കിലും പോണോന്ന്. ഇത്രേ ഉള്ളൂ? അച്ചമ്മ തടസ്സം വയ്ക്കുമെന്ന് കരുതുന്നുണ്ടോ? രണ്ടാളും നാളെ തന്നെ പുറപ്പെട്ടോട്ടെ. ഇല്ലേ ലക്ഷ്മി? എവിടേക്ക് പോണെന്ന് വെച്ചാ അവര് പോയിട്ട് വരട്ടെ, സന്തോഷായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാംഗ്ലൂർക്ക് പോവാം. വിഘ്നങ്ങളൊന്നും കാണുന്നില്ലല്ലോ. കുട്ടികളുടെ ജാതപ്രകാരം സന്തതികൾ ഉണ്ടാകേണ്ടതാണ്. മാസം 8 കഴിഞ്ഞില്ലേ പണിക്കരെ? സർപ്പകോപം തീർന്നില്ലെന്നുണ്ടോ? അശേഷം കാണില്ല. ഏതായാലും മണ്ണാർശാലയ്ക്ക് എന്തെങ്കിലും വഴിപാട് കഴിക്കുക. ശുഭലക്ഷണമാണ് കാണുന്നത്. ഇനി ഈശ്വരച്ച പോലെ. എന്നാ പിന്നെ യാത്രയില്ല. ഓ ആയിക്കോട്ടെ. ബാല, രണ്ടാളും കൂടെ ഡോക്ടറെ അടുത്ത് പോയി ഒരു ചെക്കപ്പ് കഴിക്കണം. അതൊന്നും വേണ്ട. വേണം, ഇന്ന് തന്നെ കാണണം. ഡോക്ടർ വീട്ടിൽ തന്നെ ഉണ്ടാവും. നമുക്ക് ആലോചിക്കാം. ആലോചിച്ചാ പോരാ ലേഖേ, വേഗം തയ്യാറായിക്കോളൂ. മുത്തശ്ശി, തടസ്സം ഒന്നും പറയണ്ട. രണ്ടാളും പുറപ്പെട്ടോളൂ. അതിന് ഡോക്ടറുടെ അടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. പറയുന്ന അനുസരിച്ചാ മതി. ആന്റിക്ക് സത്യാവസ്ഥ അറിയാത്തോണ്ടാ. ബാലേട്ടന് 2 കൊല്ലം കഴിഞ്ഞു മതിയെന്നാ. ബാല, അച്ചമ്മയ്ക്ക് തൃപ്തിയായി. മരിക്കണതിന് മുമ്പ് നിന്റെ കുട്ടിയെ ഈ കൈകൊണ്ടെടുക്കണമെന്ന് അച്ചമ്മ ആശിച്ചു പോയി. അച്ചമ്മേ, അച്ചമ്മേ. ഓടാ ഒരുത്തരില്ലാത്തവനെ. ഞങ്ങളുടെയൊക്കെ മനസ്സറിഞ്ഞവനല്ലേ നീ? ഞങ്ങളോടില്ലെങ്കിലും നിന്റെ തലയിലും താഴത്തും വെക്കാതെ വളർത്തി ആ പാവത്തിന് കണ്ണീര് കുടിപ്പിച്ചാൽ നീ എങ്ങനെ ഗുണം പിടിക്കും? പിന്നെ ഞാൻ കുറ്റം പറയില്ല മോളെ. എന്നാലും ഞങ്ങളെയൊക്കെ ഓർത്തെങ്കിലും ഇവന്റെ വാക്ക് നീ കേൾക്കരുതായിരുന്നു. ഇനി അവളെ അങ്ങനെ വിട്ടാൻ പറ്റില്ല. നമുക്ക് വഴി ഉണ്ടാക്കാടാ. നീ വിഷമിക്കണ്ട. ബാലേട്ടാ. ഓ, ഒരു ബാലേട്ടൻ! എന്തൊരഭിനയം! ഭർത്താവിനോടുള്ള സ്നേഹം വഴിഞ്ഞൊഴുകയല്ലേ. ജീവിതത്തിൽ ആദ്യമായിട്ടാ അച്ഛമ്മ എന്നെ ശാസിക്കുന്നത്. എല്ലാം ഞാൻ സഹിക്കും. എന്റെ അച്ഛമ്മയുടെ അമ്മയുടെ കണ്ണു നിറഞ്ഞാറുണ്ടല്ലോ. സോറി ബാലേട്ടാ, അതല്ലാതെ രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹവുമായി കഴിയുന്നവരാ ഈ തറവാട്ടിലുള്ളവരെല്ലാരും. പ്രതീക്ഷകളെല്ലാം തെറ്റി. ഇനി എന്റെ ഊഴോ. ഈശ്വരൻ കനിയുമെന്നുള്ള വിശ്വാസത്തിൽ നാളുകൾ തള്ളി നീക്കിയാണവർ. അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയെങ്കിലും നിനക്കൊന്ന് അലിഞ്ഞുകൂടെ? ഈ ദീർഘവീക്ഷണം അന്ന് എനിക്കുണ്ടായിരുന്നു. പറഞ്ഞു, മനസ്സിലാകുന്ന ഭാഷയിലൊക്കെ. പ്രോമിസ് ചെയ്തിട്ടല്ലേ ഞാൻ സമ്മതിച്ചേ. പെണ്ണല്ലേ, അലിയുമെന്ന് കരുതി. ഞാനും അതെ, ആണായതുകൊണ്ട് വാക്ക് പാലിക്കുമെന്ന്. ബാലേട്ടാ, എനിക്ക് സെന്റിമെന്റ്സ് ഇല്ലാന്നൊന്നും കരുതണ്ട. മനസ്സിൽ കൂടി അത് തോന്നണം. അതുവരെ എന്തോ സങ്കീർണമായ പ്രശ്നം അവൾക്കുണ്ട്. ഒരു പ്രശ്നവുമില്ല. അവൾക്ക് അവളുടെ ശരീര സൗന്ദര്യമാണ് പ്രധാനം. അല്ലാതെ നമ്മളെ പോലെ സ്നേഹം, ബന്ധം ഇതൊന്നും തരും പോലുമില്ല. അത് നമുക്ക് മാറ്റിയെടുക്കണം. വേണ്ട, ഇനി ഒരടവും പ്രയോഗിക്കാൻ ഞാനില്ല. ഇപ്പൊ ആ അവസ്ഥയിലല്ല ഞാൻ. അച്ഛമ്മ എന്നോട് മിണ്ടനില്ല. അമ്മയാണെങ്കിൽ ഞാൻ ഏതോ ഒരു അപരാധം ചെയ്ത പോലെ.
ഒക്കെ മാറൂടാ. എവിടെയോ ഒരു പെണ്ണുണ്ട്, അതൊന്ന് കണ്ടുപിടിക്കണം. എന്തായാലും ഇനി എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ഭവിഷ്യത്ത് എന്തു ആയിക്കോട്ടെ, ഞാൻ തുറന്നു പറയാൻ പോവാ. അറ്റകയ്ക്ക് ഒരു പരീക്ഷണം നടത്തിയാലോ ബാല? എന്താ? ഇപ്പൊ ആവശ്യം അവളെ നിന്നിലേക്ക് ആകർഷിക്കുകയാണ്. ഒരുപക്ഷെ ആരെങ്കിലും കൂടോത്രം ചെയ്തുകൊണ്ടായിരിക്കാം അവൾ അകൽച്ച കാണിക്കുന്നത്. അതിനേറ്റവും നല്ല വഴി മന്ത്രവാദമാണ്. കഷ്ടം, ഓരോ ബുദ്ധി ഉദിക്കുന്നതേ. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തീരുമാനിച്ചോളാം. ബാല, മന്ത്രവാദം വേണ്ടെങ്കിൽ വേണ്ട, ഒരു രോഗമുണ്ടെങ്കിൽ ചികിത്സയും ഉണ്ടാവും. നമ്മുടെ മാധവേട്ടന് ആയുർവേദം മാത്രമല്ലാതെ ചില ലൊട്ടുലൊടുക്കു വേലകൾ അറിയാം. ഭർത്താവിനെ വെട്ടിക്കൊല്ലു എന്ന് പറഞ്ഞു നടന്നൊരു പെണ്ണുണ്ടായിരുന്നില്ലേ? ആ നമ്മുടെ തെക്കുംപറമ്പിലെ ചക്കയുടെ മോള് വള്ളി മാധവേട്ടൻ ചികിത്സിച്ചു. ഓങ്ങിയ കൊടുവാള് താഴെ ഇട്ടിട്ട് കെട്ടിയവന്റെ കഴുത്തിൽ കെട്ടിയൊരു പിടുത്തം. ആ വിദ്യ. ഏട്ടാ ഒന്ന് വന്നേ. ആ വിദ്യ അറ്റ കൈക്ക് പ്രയോഗിക്കാനുള്ളതാ. ആട്ടെ, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് എന്താ എന്നെ അറിയിക്കാഞ്ഞ്? ഇതൊക്കെ എങ്ങനെയാ ചെറിയ പറയണത്? പിന്നെ ഈ ശുംഭന്റെ വാക്ക് കേട്ട് പ്രവർത്തിച്ചു. സംഗതി കൊള്ളായപ്പോ എന്റെ അടുത്ത് വന്നു. നിങ്ങളെന്നല്ല, എല്ലാരും അങ്ങനെയാ. എന്തെങ്കിലും അസുഖം വന്ന ഓടും ഡോക്ടറെ അടുത്തേക്ക്. അതിനൊന്നും പ്രതിവിധി കാണാതാവുമ്പോ അന്വേഷിച്ച് കണ്ടുപിടിച്ച് മാധവന്റെ അടുത്ത് വരും. അപ്പോഴേക്കും രോഗം മൂർച്ഛിച്ചിട്ടുണ്ടാവും. ഇവിടെ ആർക്കും രോഗവുമില്ല, ചികിത്സയും വേണ്ട. മാധവേട്ടന് ഇതിലെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാം, സമാധാനായിട്ടിരിക്കെ. പിന്നെ ഇതൊരു രോഗമല്ലെന്ന് പറയാൻ പ്രശസ്തനായ ഒരു വൈദ്യൻ നിലയ്ക്ക് ഞാൻ തയ്യാറല്ല. അവളിങ്ങനെ ചിന്താഗതി ഉള്ളത് തന്നെ രോഗലക്ഷണമാണ്. അലോപ്പതിക്കാര് ഇതിന് മാനസിക രോഗത്തിനുള്ള ചികിത്സ തുടങ്ങും. എന്ന എന്റെ ചികിത്സയുടെ സമ്പ്രദായം മറച്ച. എന്നിട്ട് ചെറിയ ചെറിയ ചികിത്സിക്കാൻ പോവാണോ? ആ, എന്റെ പൊന്ന് ചെറിയച്ച, ഇത് വീട്ടിലുള്ളവരെല്ലാരും അറിയിപ്പിച്ച് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. ഇതിൽ കൂടുതൽ എന്ത് കുഴപ്പമുണ്ടാവാനാ? വിനാശകാലേ വിപരീത ബുദ്ധി. ഏതായാലും നല്ല സമയത്താ നീ വന്നത്. അതിനുള്ള ബുദ്ധി തോന്നിയത് നിന്റെ ഭാഗ്യം. ആയുർവേദത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു രോഗിക്ക് ചികിത്സ വേണമെന്ന് തോന്നല്. വല്ലതും പറയാനേ പറയേ, ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട്. പറയാം, അഷ്ടാംഗത്തിന് പ്രതിവിധിയില്ല. നിരാശപ്പെടുകയൊന്നും വേണ്ട. ഒരു സൂത്രപ്പണിയുണ്ട്, അല്പം കഠിന. വശീകരണം. അംഭോജം അമ്പു കടലാടി ഉഴിഞ്ഞ ഉമ്മം മാമ്പൂവ് നിശ വാഗ വന്നി മുതക്കുമൊപ്പം പാച്ചോറ്റി നീരിലൊരു യാമമരച്ചശിച്ചാൽ മങ്കയ്ക്കു ഊതിയുണരും രതി തന്നിലേറ്റം. 11 കൂട്ടം മരുന്ന ഞാൻ ഉണ്ടാക്കി തരാം. അത് സേവിച്ച മങ്കയ്ക്ക് ഊതിയുണരും. അയ്യോ, മതി മതി മാധവേട്ട, ബാക്കി ഇവൻ ഏറ്റു. ഒരെണ്ണേ തരുള്ളൂ, അത് തന്നെ അധിക. ബാക്കി ഞാൻ സൂക്ഷിച്ചോളാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആവശ്യമുള്ള ആളിന് മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. ചെറിയച്ച പേടിക്കാനൊന്നും ഇല്ലല്ലോ. ഏയ്, ധൈര്യമായിട്ട് കഴിക്കാം. എന്നാലും ഏതെങ്കിലും മൃഗത്തിന് കൊടുത്ത് ഒരു പരീക്ഷണം നടത്തിയിട്ട് പോരെ? നടത്തി. മൃഗത്തിനല്ല, മനുഷ്യന്. അതൊരു സ്ത്രീക്ക്. കനകലരേ, ആ ഞാൻ തന്ന മരുന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് എങ്ങനെയുണ്ട്? അനുഭവം പറഞ്ഞു കൊടുക്കൂ. ഇപ്പൊ ബോധ്യായല്ലോ. കറുത്ത വാവിന്റെ അന്ന് കൊടുത്താ മതി, ഫലം കൂടും. അല്പം തേനിൽ ചാലിച്ച് അങ്ങോട്ട് സേവിച്ചാ മതി. എങ്ങനെയാ ചെറിയ അവളെ കൊണ്ട് കഴിപ്പിക്കുക? ഇന്നെല്ലാം കൂട്ടും ഒരു ശുഭമുഹൂർത്ത. കറുത്ത മാവ്. അമ്മയും ലക്ഷ്മിയേട്ടത്തെയും അമ്മൂട്ടിയും കൂടെ അമ്പലത്തിൽ കൃഷ്ണാട്ടം കാണാൻ പോയിരിക്കുക. അതല്ല പ്രശ്നം, അടുക്കളയിൽ അമ്മൂട്ടിക്ക് പകരം കുമാരനാ. വിഷമിക്കണ്ട, കുമാരനെ ഏൽപ്പിക്കാം. കുമാരനോ? അവൻ കുളമാക്കും. അവനാ നല്ലത്. ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഉടനെ അത് മറക്കും. നീ വാ കുമാരാ. ഇങ്ങ് വാ കുമാരാ, നീ രഹസ്യമായിട്ടൊരു കാര്യം ചെയ്യണം. ഏറ്റു. ഇരു ചെവി അറിയരുത്. ഏറ്റു. ആരെങ്കിലും അറിഞ്ഞു എന്നറിഞ്ഞ ഞാൻ ഏറ്റൂന്നേ. ലേഖ രാത്രി ചെറുനാരങ്ങ വെള്ളം ചെറുതേനും കൂട്ടിയാ കഴിക്കുന്നത്. അയ്യോ, ഞാനത് മറന്നു. എന്നോട് അമ്മൂട്ടി പ്രത്യേകം പറഞ്ഞിരുന്നതാ, ലേഖക്കുട്ടിക്ക് കൃത്യം 8 മണിക്ക് നാരങ്ങാ ജ്യൂസ് കൊടുക്കണമെന്ന്. ഞാൻ ഇപ്പൊ എടുക്കാം. അത് കേട്. ഇത് കൊടുക്കുമ്പോ
ഇതിനകത്തൊരു ഗുളിക കൂടി ഇട്ട് വേണം കൊടുക്കാൻ. അതെന്തിനാ? അത് നീ അറിയണ്ട. ആ എനിക്കറിയാം എന്തിനാണെന്ന്. നിനക്കെങ്ങനെ അറിയാം? ഇതെന്താണെന്നും എന്തിനാണെന്നും മാധവൻ എന്നോട് പറഞ്ഞു. അതീവ രഹസ്യമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ വീട്ടിൽ ഇതൊരു രഹസ്യമൊന്നല്ല. എന്റെ ബാല, ഇത് അമ്മുട്ടിക്ക് വരെ അറിയാം. അയ്യോ ചതിച്ചോ? അവളപ്പൊ ഇത് കഴിക്കില്ല. അത് ഞാൻ കഴിപ്പിച്ചോളാം. നീ ആ ഗുളികതാ. ആ സ്പൂൺ കടേ. ഇനി ഒരു സംശയം ഉണ്ടാവില്ല, കുടിച്ചോളൂ. ഇതെന്തിനാണെന്ന് വീട്ടിലെല്ലാരും അറിഞ്ഞോ കുമാരാ? എന്റെ ശ്രീധരേട്ട അറിഞ്ഞു എന്ന് പറഞ്ഞില്ലേ? എന്നാ എന്താന്ന് പറ. മഹാധന്യന്തരം മാധവേട്ടന് ഇത് പതിവായിട്ട് കൊടുക്കുന്നതല്ലേ? ഇന്നലെ അമ്മുട്ടിക്കും കൊടുത്തു. മരുന്നാന്ന് പറഞ്ഞാൽ ലേഖക്കുട്ടി കഴിക്കില്ല, അതുകൊണ്ടല്ലേ. ഓ രക്ഷപ്പെട്ടു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ആ മണ്ട ശിരോമണിക്ക് ഒരു ചുക്കും അറിയില്ലാന്ന്. മണമുള്ള റോജ റോജ ഗോൾഡ് സുപ്പാരി. കുടിച്ചു കുടിച്ചു. കുടിച്ചോ? കുടിച്ചു. ഇനി 2 ഗ്ലാസ് കൂടി വേണം. അതാർക്കാടാ? ഇവിടെ ഇപ്പൊ എല്ലാരും രാത്രി ജ്യൂസേ കുടിക്കൂ. ഇനി ലേഖക്കുട്ടിക്കും സാവിത്രി അടുത്തേക്കും കൂടി വേണം. അപ്പൊ ലേഖയല്ലേ ജ്യൂസ് കുടിച്ചത്? ലേഖക്കുട്ടിക്ക് ഇപ്പൊ കൊടുക്ക. എടാ അപ്പ കുടിച്ചതാരാ? ശാരദ എടുത്തി. ലേഖയ്ക്ക് കൊടുക്കാല്ലേടാ ഞാൻ പറഞ്ഞത്. അയ്യോ ലേഖക്കുട്ടിക്കാണെന്നാ പറഞ്ഞതല്ലേ. എന്നാ മാധവേട്ടന്റെ അടുത്ത് പോയിട്ട് ഒരു മഹാധന്യന്തരം കൂടി വാങ്ങിച്ചോണ്ട് വാ. ഞാൻ പറഞ്ഞില്ലേ ഇവ എടാവിടെ ഉണ്ടാക്കുമെന്ന്. ഇനി ബാധവട്ടോട് എന്താ പറയുക? ആലോചിക്കാൻ സമയമില്ല. വാ ജ്യൂസ് കൊടുക്കാൻ വരട്ടെ. ധന്വന്തരം ഉടനെ കൊണ്ടുവരും. ഓ വാ. ചെറിയച്ച ചെറിയച്ച ഇനി ഒരെണ്ണം കൂടെ എടുക്കാനുണ്ടാവൂ? ഒരെണ്ണം തന്നെ ധാരാളം. അതിന് 10 കുതിരശക്തി ഉണ്ട്. ഏട്ടാ അത് പോണ വഴിക്ക് എവിടെയോ കളഞ്ഞുപോയി. തേടി പിടിച്ചെടുത്തോണ്ട് വാ. അറിയാതെ ആരെങ്കിലും എടുത്ത് കഴിച്ചാ തീർന്നു. ഇന്ന് കാളരാത്രിയാവും. എന്റെ പൊന്നു മാധവേട്ടനല്ലേ, നാളെ രാവിലെ തപ്പിയെടുത്തോളാം. ഇന്നത്തേക്ക് ഒരു എണ്ണം പ്ലീസ്. ഇനി ചോദിക്കരുത്. ഇല്ല. സൂക്ഷിച്ചു കൊണ്ടുപോ. മാധവേട്ടൻ ഇന്ന് രാത്രി കാളരാത്രിയാ. എന്നാ ഗ്ലാസ് മാറിപ്പോകരുത്. ഇത് ലേഖയ്ക്ക്. അത് വേണ്ട, ഒരു ഗ്ലാസ് കൊണ്ടുപോയാൽ മതി. ആ സാവിത്രി കുട്ടിക്ക് പിന്നെ കൊടുക്കാം. ആർക്ക് കൊടുക്കും? സാവിത്രി കുട്ടിക്ക്. ലേഖക്കുട്ടിക്ക്. ആർക്ക് കൊടുക്കും? ലേഖക്കുട്ടിക്ക്. ആർക്ക് കൊടുക്കും? എനിക്കറിയാം. ലേഖക്കുട്ടിക്ക്. 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 മാറിപ്പോവല്ലേ. ലേഖക്കുട്ടിക്ക്. ജ്യൂസ്. എന്താ കുമാര എത്ര നേരമായി ജ്യൂസ് ചോദിച്ചിട്ട്? നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങൾ വെറുതെ കാറ്റ് കൊള്ളാൻ വന്ന. അടുക്കളയല്ലോ. ബാല ഇപ്പൊ എന്റെ തടി കുറഞ്ഞിട്ടുണ്ടോ? ഇനി ഞങ്ങളും ലേഖയെ പോലെ അരിഭക്ഷണം നിർത്താൻ പോവുക. വേണ്ട സാവിത്രി, നീ ആ ജ്യൂസ് കുടിക്കരുത്. ഞാൻ ജ്യൂസ് കുടിച്ചാ ശ്രീധരേട്ടൻ എന്താ? കുടിക്കണ്ട ചെറിയമ്മേ. നീ ചെന്ന് നിന്റെ ഭാര്യ എടുത്ത് പറ. സാവിത്രി നീ ജ്യൂസ് കുടിക്കരുത്. വിട്. നീ ഇത് കുടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ശ്രീധരേട്ട കാണിച്ചു. സാവിത്രി വിട്, വിട്. ഈ ശ്രീധരേട്ടൻ എന്തിനാ സുഖേടാ? ജ്യൂസ് വേണമെങ്കിൽ പറഞ്ഞാ പോരെ. എന്തിനാക്കാന്താ? കുമാര വേറൊരു ഗ്ലാസ് എടുക്കും. ചെറിയച്ഛൻ എന്തിനാ ഇത് കുടിക്കാൻ പോയത്? അവൾ ഇത് കുടിച്ചാ കുഴപ്പമുണ്ടാവും കരുതിയിട്ടല്ലേ ഞാൻ കുടിച്ചത്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടും. ഇനിയിപ്പോ എങ്ങനെയാ മുകളിൽ ചെന്ന് ധന്വന്തരം ഒന്നുകൂടി മേടിക്കുന്നത്? ധന്യന്തരം വേഗം കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ അതില്ലാതെ ജ്യൂസ് കൊടുക്കും. നില്ല്. വാ വാ വാ. മഹാധന്യന്തരത്തിന് ഈ വീട്ടിൽ ഇത്രയും പിടിവലിയോ? സാവിത്രി ചെറിയച്ഛൻ ഇവിടെ നിൽക്കാണോ? ഇങ്ങോട്ട് വന്നോ. തപ്പിയെടുത്തോ? എന്താ രണ്ടുപേരും കളി കളിക്കണത്? ഒരെണ്ണം കൂടി തരില്ല. കാരണം പ്രശ്നമില്ല. ചെറിയച്ഛ ഒരെണ്ണം കൂടി വേണം. ചോദിക്കണ്ട, തരില്ല.
ഇതെന്താണ് ഒരെണ്ണം. ഒരെണ്ണം. വാ, എന്താ? വാ, 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 എന്താ സ്ഥിതി വാ, വാ, കാണിക്കണേ? ഒരെണ്ണം, ഒരെണ്ണം. എന്താ ഈ കാര്യം? വാ, 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 എന്താ ഈ എന്ത് വലിയ വാ, എടുത്ത് വെച്ച് അയ്യേ ഓ ദൈവമേ കൂടാതെ, കൂടാതെ മാധവേട്ട. അപ്പുറത്തേക്ക്. സീതടാ, സീത, ഞാൻ വീടിന് പോയെന്ന് സീത. അപ്പുറത്തേക്ക് മാധവേട്ട. അമ്മേ, ഈശ്വരാ. മാധവേട്ട. എന്റെ അമ്മേ, ഈശ്വരാ. ധാത്രി. തുറക്കില്ല തുറക്കില്ല എന്ന് പറഞ്ഞാൽ തുറക്കില്ല. ആനയ്ക്ക് മകളിക തളയ്ക്കാം, മനുഷ്യന് മകളിയാലോ. തുറക്കില്ല എന്ന് പറഞ്ഞില്ലേ? ഇതെന്ത് ശല്യായല്ലോ ഇത്. ഈശ്വര, നീയായിരുന്നു. ഞാൻ വിചാരിച്ചു അവനാണ്. എന്താ എന്താ നിനക്ക് മാധവേട്ടാ. നീ കാണിക്കണേ? എന്താ ഇത്? എന്താ നീ കാണിക്കണേ? സാവിത്രി. ശ്രീധേട്ടാ, എന്തായി കാണിക്കുന്നേ? സാവിത്രി. വിട് വാതില്. ആഹാ, ഇവിടെ ഇരിക്കുവല്ലോ. മാധവേട്ട വാ. വേണ്ട, പറ്റില്ല എന്താ മാധവേട്ടാ. നിങ്ങൾക്കൊക്കെ പറ്റിയേ? എന്റെ ശാരദേ, നീ ഇത്തിരി മോരെടുത്ത് കുടിക്കേ. എനിക്ക് മോര് വേണ്ട, വാ.